നമുക്ക് ഡബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 2 ലൈൻസ് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ കൂടെ ഇതുപോലെ സൂചി മുകളിലേക്ക് കൊണ്ടുവരണം. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ ലൈനിൽ കൊണ്ടുവന്ന് നമ്മൾ സൂചി താഴേക്ക് ഇറക്കണം. എന്നിട്ട് ഇത്രയും ഗ്യാപ്പ് ഇട്ട ശേഷം സൂചി മുകളിലേക്ക് കൊണ്ടുവരണം. ഇനി നമ്മൾ ഈ നൂല് സൂചിയുടെ അടിയിലോട്ട് കൊണ്ടുവരണം. ഇനി നമുക്ക് സൂചി പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇപ്പം നമുക്ക് ഒരു സ്റ്റിച്ച് കിട്ടി. നമ്മൾ ആദ്യം സ്റ്റിച്ച് എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ തന്നെ കൊണ്ടുവന്ന് സൂചി താഴേക്ക് ഇറക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം സൂചി പുറത്തേക്ക് കൊണ്ടുവരണം. എന്നിട്ട് നമ്മൾ ഈ നൂല് സൂചിയുടെ അടിയിലോട്ട് കൊണ്ടുവന്നിട്ട് സൂചി പുറത്തേക്ക് വലിച്ചെടുക്കാം. ഇനി അടുത്ത സ്റ്റിച്ച് ഇതുപോലെ ഇവിടെ കൊണ്ടുവന്ന് സൂചി താഴേക്ക് ഇറക്കിയിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് മുകളിലേക്ക് കൊണ്ടുവരണം. ഇനി ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ചൊക്കെ എൻഡ് ചെയ്യുന്ന പോലെ തൊട്ടടുത്തായിട്ട് സൂചി താഴേക്ക് ഇറക്കി കൊടുത്താൽ മതി. അപ്പോൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം.